കനേഡിയൻസിന് ആശ്വാസം തരുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുഎസിന്റെ ഉയർന്ന താരിഫുകളെ പ്രതിരോധിക്കാൻ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കാകുമെന്ന് വ്യക്തമാക്കി ബാങ്ക് ഓഫ് കാനഡ രംഗത്തെത്തിയിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കു ശേഷം വീണ്ടും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 35% തീരുവ ചുമത്തിയിരുന്നു. മാത്രമല്ല, കാനഡയിൽ നിന്നുള്ള സ്റ്റീൽ, അലുമിനിയം, ഓട്ടോമൊബൈലുകൾ എന്നിവയ്ക്കും ട്രംപ് നേരത്തെ തന്നെ കനത്ത നികുതി ഈടാക്കിയിരുന്നു. അതേസമയം കാനഡയ്ക്കെതിരെ അമേരിക്ക ചുമത്തിയ കനത്ത താരിഫുകൾ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയെ നേരിയ തോതിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും തകർച്ചയുടെ ലക്ഷണങ്ങൾ ഇല്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തി. കാനഡയിലെ സേവന മേഖലകൾ താരതമ്യേന മികച്ച നിലയിലാണ്. എന്നാൽ ഉൽപാദന മേഖലയിലും കയറ്റുമതി ഖനവ്യവസായങ്ങളിലുമാണ് ഉയർന്ന താരിഫിനെ തുടർന്ന് കനത്ത ആഘാതം നേരിടുന്നത്. 2025-ലും 2026-ലും വളർച്ച മൊത്തത്തിൽ പോസിറ്റീവായി തുടരുമെന്നും സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു.